മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ നമ്മുടെ അനുമോളും നെവിനും അതേപോലെ മസ്താനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെവിൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ പള്ളിയിൽ അച്ഛനാവാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടുപ്പിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ അവിടെ നിന്ന് വന്നതാണെന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു ഹെയർ കട്ടൊക്കെ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ കട്ടൊക്കെ നല്ല രസമുള്ള കട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഓടിയാണോ വന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓടിയൊന്നല്ല അവിടെ നിന്ന് വന്നേ, അവരോട് ഞാൻ പറഞ്ഞു, അപ്പോൾ അവരെന്നെ പറഞ്ഞു വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. ആ അവിടുന്ന് വന്നതിൽ വല്ല കുറ്റബോധം ഉണ്ടോ എന്ന് മസ്താനി ചോദിക്കുന്നുണ്ട്. എന്ത് കുറ്റബോധം, അങ്ങനെ വന്നതും കൊണ്ടല്ലേ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ആടി തിമിർക്കുന്നത് നിങ്ങളുടെയൊക്കെ കൂടെ, അതിന് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ അങ്ങനെ നിർത്തി വന്നതും കൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊരിഷ്ടത്തിന് ആ സമയത്ത് അങ്ങനെ തോന്നി, അങ്ങനെ പോയി. പിന്നെ ഒരു ഇഷ്ടത്തിന് വരാൻ തോന്നി, ഞാൻ വന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കുക എന്നൊരു ടാസ്ക്കാണ് കൊടുക്കുന്നത്. ബുദ്ധിശാലികളായ ബിഗ് ബോസ് ഒരു 5 പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ഒരു പേപ്പർ എടുത്തിട്ട് ക്യാമറയെ കൊണ്ടേ കാണിക്കുക. ബുദ്ധിശാലി എന്നാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. വൈൽഡ് കാർഡായ 5 പേരും 1 മുതൽ 16 വരെ റാങ്കിങ് അടിസ്ഥാനത്തിലാണ് ബുദ്ധിശാലികളെ ഇരുത്തേണ്ടത്. അതിനുശേഷം ബിഗ് ബോസ് 3 ഓപ്ഷൻസ് കൊടുക്കും. ആ സമയത്ത് അവരെ ഏതടിസ്ഥാനത്തിലാണോ ഇരുത്തിയതെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡിലുള്ള 5 പേരിൽ ഒരാൾക്ക് പണിപ്പുര ടാസ്കിൽ പ്രവേശിക്കാനാവില്ല. അങ്ങനെ എല്ലാവരും ഓർഡർ അനുസരിച്ചിരുത്തി. ഫസ്റ്റ് ജിസേലിനെ ഇരുത്തി, സെക്കൻഡ് അനീഷേനെ ഇരുത്തി, തേർഡ് നൂറ, അങ്ങനെ ഷാനവാസിക്ക, അക്ബർ, ബിന്നി, നമ്മുടെ ഒനീൽ, അഭിലാഷൊക്കെ അങ്ങനെയായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ഏറ്റവും ലാസ്റ്റ് ആര്യനായിരുന്നു. അപ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം തന്നെ അവർ കണ്ടുപിടിച്ചു ബുദ്ധിശാലികളിൽ നിന്ന്. ബിഗ് ബോസ് 3 ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്തു. ഭീരുത്വം, ബുദ്ധിശക്തി, അതേപോലെ അലസത. അങ്ങനെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു. മസ്താനി പണിപ്പുര ടാസ്കിൽ പ്രവേശിക്കേണ്ട, അതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നാണ് ശരത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, അതെനിക്ക് ഓൾറെഡി അറിയായിരുന്നു, എന്നെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ ഇപ്പം തന്നെ ഇവരോട് പറഞ്ഞതാണ്.